ഒന്നാമത് നമ്മൾ ഇവരെ പിന്നാലെ പോകാറില്ല, ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. ഇവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ AP സംഘടന എങ്ങനെയെങ്കിലും തകർക്കണം. AP സംഘടനയിൽ ഇവനെ പുറത്താക്കാൻ മുൻപന്തിയിൽ നിന്ന പണ്ഡിതന്മാരെ തേജോവധം ചെയ്യാനും അത് ഇവന്റെ സംസാരം പ്രസംഗം കേട്ടാൽ മൂക്ക് കീപ്പട്ടായ ഏതൊരു മനുഷ്യനും മനസ്സിലാവും ഭയങ്കരമായ വ്യക്തിവിരോധത്തിൽ നിന്നുള്ള എന്തോ ഒരു പക തീർക്കുന്ന സംസാരമാണ് ഇവർ നടത്തുന്നത് എന്നുള്ളത്. അതിന് ഒരു കുറെ ആദർശത്തിന്റെ ചേരുവകളും അവരുടെ വാക്കുകളും മറ്റും വരുന്ന സ്ഖലിതങ്ങളും ഇതൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ടൊക്കെ അങ്ങനെ സംസാരിക്കും. ആശയപരമായ വിഷയങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തണം, തിരുത്തപ്പെടേണ്ടതുമാണ്, തിരുത്തി കൊടുക്കും വേണം. അത് ആര് തിരുത്തി കൊടുക്കുകയാണെങ്കിലും നമ്മൾക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇവന്റെ പ്രസംഗം ഒരു ആദർശ സംബന്ധി മാത്രമൊന്നുമല്ല എന്ന് ഇവന്റെ പ്രസംഗം കേൾക്കുന്ന ആർക്കും മനസ്സിലാവും. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ അത് തിരിഞ്ഞു നോക്കാറില്ല. പിന്നെ ഇവന് അങ്ങനെ ഒരു കൃത്യമായ നിലപാട് പറയണമാണോന്നല്ല, ഈ ത്വരീഖത്തിൽ വന്ന ശേഷം ഈ ത്വരീഖത്തുമായി ബന്ധപ്പെട്ട് ആദർശ മുന്നേറ്റം എന്ന് പറഞ്ഞ് പ്രസംഗിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ തന്നെ ഇവൻ പറയണതിന് നേരെ തിരിച്ച് പലപ്പോഴും ഇവൻ പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. പിന്നെ ഇവന്റെ പ്രഭാഷണങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 5 വർഷം മുമ്പ് ഓൻ പ്രസംഗിച്ചത് ഇപ്പോൾ നാളെ വന്നിട്ട് ഓൻ ചിലപ്പോൾ ഡിലീറ്റ് ആക്കാൻ പറയും. അതുമായിട്ട് ഞാൻ ബന്ധമില്ല എന്നൊക്കെ ഇങ്ങനത്തെ ഒരു ലെവലില്ലാതെ ഒരു കൃത്യമായ സ്ഥിരത ഇല്ലാതെ നടക്കുന്ന ആളല്ലേ. അപ്പോൾ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. ആദ്യ 2-3 പ്രാവശ്യം ഇവന്റെ പ്രഭാഷണത്തിന്റെ ലൈവൊക്കെ കേട്ടിരുന്നു. പിന്നെ അതൊരു സമയം മെനക്കെടുത്തിൽ മാത്രമാണ്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാന്ന് മനസ്സിലായപ്പോൾ അത് നിർത്തി. കാരണം എന്താ വെച്ചാൽ എല്ലാ സ്ഥലത്തും കൃത്യമായി ഒരേ മാറ്ററാണ് പറയാനുള്ളത്. ഇപ്പം ഇടാൻ പോണ ക്ലിപ്പ് എന്താണെന്ന് നമുക്ക് നേരത്തെ അറിയാം. അത്രയും കൃത്യമായി ഒരേ മാറ്റർ എല്ലായിടത്തും പ്രസംഗിച്ച് നടക്കുന്ന ഒരു പരിപാടിയാണ്. പുതിയതായിട്ട് വല്ലതും ഫിത്തനകൾ പറയുന്നുണ്ടെങ്കിൽ അത് ക്ലിപ്പായിട്ട് നമ്മൾ പുറത്ത് കാണാറുമുണ്ട്. അപ്പോ അത്ര കാര്യമാക്കാറില്ല എന്നർത്ഥം. ഇബിലീസ് എന്ന് പറഞ്ഞ തൗബണ്ട് മനസ്സിലായില്ലേ? ഇബിലീസിന് തൗബണ്ടെന്ന് ഖുറാനിലൂടെ ഉള്ളത് അല്ല പറഞ്ഞാ പോരെ, ഖുറാൻ തന്നെ പറയണം. ഇബിലീസിന് തൗബണ്ടെന്ന് പറയണം. ഇബിലീസ് തന്നെ തൗബത്തു ഹൂന്റെ സമീർ ഇബിലീസ് തന്നെ. അത് പ്രസംഗം കേട്ടില്ല. എന്ത് ചോദ്യം ചോദിക്കൊണ്ട് പോയി ആദ്യം പ്രസംഗം കേൾക്കണങ്ങായി. ഇബിലീസിന്